നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് അവർക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, ഈ മൊമെന്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്ന വെച്ചാല് ഈ വ്യക്തിക്ക് എന്തോ കാര്യത്തിന് കുറച്ചും കൂടെ ടൈം വേണമെന്നാണ് പറയുന്നത്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ ടൈം വേണം. ഇതൊന്നെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളായിട്ട് കുറച്ചും കൂടെ സംസാരിക്കണം. ഇതൊരു കല്യാണം ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി ഒരു ഇതൊക്കെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങളൊരു അറേഞ്ച് മാരേജ് ഒരു പെണ്ണ് കണ്ടിട്ട് വന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബോയ് ഇതിലെ പെണ്ണും ചേർക്കനും ഇത് ആരാണല്ലോ ആകാം. പക്ഷെ നിങ്ങൾ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സംസാരിക്കണം, കാര്യങ്ങൾ അറിയണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണ്, ഇത് മാരേജ് മാത്രമല്ല ലവ് റിലേഷൻസും കാണുന്നുണ്ട്. ഓക്കെ, സോ ആ വ്യക്തിക്ക് പിന്നെ ചെറിയൊരു ഇമ്മച്യൂരിറ്റി കാണുന്നുണ്ട്. അത് മാത്രമല്ല അവരത് സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ്. ഡിസിഷൻ അവർക്ക് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് കുറച്ചും കൂടെ നിങ്ങളെ അറിയണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം കൊടുക്കണം, കുറച്ചും കൂടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എടുക്കാനുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. പിന്നെ എനിക്ക് ഇവിടെ കാണുന്നത്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും ഈ വ്യക്തി ഇന്ന് ഇങ്ങനെ കുറച്ച് മാറി നിൽക്കുന്നത് എന്ന് വെച്ചാൽ മുമ്പോട്ട് വരാതെ ഇങ്ങനെ പുറകോട്ട് വലിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ ആ വ്യക്തി അവർക്ക് അവരുടെ മൈൻഡിൽ ഞാൻ പറഞ്ഞ പോലെ അവരിനി ഒരു ഡിസിഷൻ എടുത്ത് അവർക്ക് ഡിസിഷൻ എടുക്കണം. ഓക്കെ, എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാണുന്ന വ്യൂവേഴ്സിന് പലർക്കും പലതാണ്, ജനറൽ റീഡിംഗ് ആണല്ലോ. അപ്പോൾ എന്തോ കാര്യത്തിന് ഡിസിഷൻ എടുക്കണം. പക്ഷെ അവർക്ക് ആലോചിച്ച് അല്ലെങ്കിൽ ടൈം എടുത്ത് ഡിസിഷൻ എടുക്കണം. ബിക്കോസ് അവരുടെ മനസ്സിൽ എന്ന് വെച്ചാൽ അവര് പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട് അതൊരു മണ്ടത്തരമായി പോകല്ലേ, അവരൊരു ഫൂളായി പോകല്ലേ, അല്ലെങ്കിൽ ഒരു തെറ്റായി പോകല്ലേ എന്ന് അവർക്കുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചൊരു ഷൈ ആയിട്ടൊരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും നല്ല ഒരുപാട് ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഉണ്ടെങ്കിലും അത് മൊത്തത്തിൽ ഇപ്പൊ പറയണ്ട, കുറച്ചൊന്ന് മാറി നിൽക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സെവൻ ഓഫ് കപ്സ്. ഇവിടെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഇവിടെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം, കുറച്ചും കൂടെ നല്ലോണം ഇടപഴകണം. ഫോണിൽ കൂടെ മാത്രമല്ല, ഫിസിക്കലിയും സംസാരിക്കണം, അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന കോൺവെർസേഷൻ ഇവിടെ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതൊരു ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പുതിയ വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് മാത്രമല്ല അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് അവർ പോത്തൊന്നുമില്ല, അവർ നിങ്ങളുടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. ബിക്കോസ് ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഇവരെന്താണ് കാണിക്കുന്നത്, ഇവരിവിടെ ഉണ്ടോ, ഇവർക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ്. അപ്പം ഞാനത് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അവരെവിടെയും പോത്തൊന്നുമില്ല, നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ പിന്നെ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്, പുതിയതായിട്ട് കണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് എങ്ങനെ ആവണമെന്ന് കുറേ എക്സ്പെക്ടേഷൻസ് കാണും. അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് അവർക്ക്. പിന്നെ ഈ വ്യക്തിക്ക് കുറച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഒന്ന് കമ്മിറ്റ്മെന്റ് നടത്താനോ ഒക്കെയുള്ളൊരു ഇഷ്യൂ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു പേടി. ഓക്കെ, ഒന്നില്ലെങ്കിൽ അവർക്ക് നേരത്തെ എന്തെങ്കിലും ഒരു സംഭവം, ഓക്കെ, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ബ്രേക്കപ്പ് തന്നെ ആവണമെന്നില്ല, ഒരു ഫാമിലി ഇഷ്യൂസ് അവരുടെ പാരൻസ് തമ്മിലോ, അല്ലെങ്കിൽ അവർ എന്തോ ഒരു ഇഷ്യൂ കാരണം മേ ബി ഒരു കുറച്ചൊരു സ്കേർഡ് ആയിട്ടാണ്, കമ്മിറ്റ്മെന്റ് നടത്താൻ ഒരു സ്കേർഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഫിസിക്കലി അട്രാക്റ്റീവ് ആണ്, എല്ലാം കൊണ്ട് ഫിസിക്കലി അല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം അവർക്ക് അട്രാക്ഷൻ ആണ്. നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്, നിങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പേടിയാണ്, അവര് കുറച്ച് പുറകോട്ട് മാറി നിൽക്കുവാണ്. ഇപ്പൊ അവർ മുമ്പോട്ട് വരാനുള്ള ഒരു ഇത് കാണുന്നില്ല. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് സംസാരിച്ച് ഒരുപാട് നിങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഓക്കെ, ദ ഹീലിംഗ് ഓഫ് ആൻഡ് റിവേഴ്സ്ഡ്. എനിക്കിവിടെ കാണുന്ന വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടാ പോകുന്നത്. ഇപ്പൊ ഞാൻ ഫുള്ളി ഇത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായെന്ന് പറയാനും പറ്റില്ല. ഓക്കെ, ചിലവരായി കാണും പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കും. ജസ്റ്റ് ചിലപ്പോൾ ഒരു 1-2 മാസം, അല്ലെങ്കിൽ 1-2 മാസമായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു റിലേഷൻഷിപ്പ് ഒരു 1 or 2 വീക്സ് ഒക്കെ ആയി കാണുള്ളൂ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലെടുത്ത് തോന്നുന്നത് നമ്മളിനി
ഒരു അറേഞ്ച് മാരേജിൽ പെണ്ണ് കണ്ടിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഒരു ആലോചന വന്നു, അതാണ് എനിക്ക് കൂടുതലും ഒരു കാണുന്നത്. പക്ഷെ ഏത് രീതിയിലും ഇത് റെസൊനേറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് റെസൊനേറ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പം പറയുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇതിലെനിക്ക് കാണുന്ന വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും എല്ലാം ഇത് പ്രൊസീഡ് ചെയ്യുന്നത്, മാരേജ് ഫിക്സ് ചെയ്യുന്നതും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്, ഡേറ്റ് എടുക്കുന്ന അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന, അവർ ഇതെല്ലാം ഹാപ്പിയാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ. മീൻസ് എല്ലാം മുമ്പോട്ട് പോകുന്നത് കറക്റ്റായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അവർ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ അത്രയ്ക്ക് ഹാപ്പി അല്ല, നിങ്ങളൊരു സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം വരുവാണ്. ഓക്കെ, ഇവര് വലുതായിട്ട് കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ എന്താ പറയുക, ഇവര് വലുതായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഇവർ ആഗ്രഹിച്ചാലും ഇവരതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ലായിട്ട് എനിക്ക് കാണുന്നത്. അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നില്ല, അതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് ഇതൊക്കെ കണ്ടിട്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഇവിടുത്തെ എന്താണ്, നിങ്ങളും ഇതുപോലെ എല്ലാം നല്ലപോലെ പോകുന്നുണ്ട്, പക്ഷെ ശരിക്കും അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ടാരറ്റ് റീഡിംഗ് തന്നെ നോക്കാൻ കാരണം. പിന്നെ ഇത് വീണ്ടും എനിക്ക് കാണുന്ന വെച്ചാൽ, അവർക്ക് ചെറുപ്പം മുതലേ ഒരു റിലേഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടായിട്ട് കാണുന്നില്ല. ഒരു ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ട് അവർക്ക് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് എങ്ങനെ അത് എന്താ പറയുക നല്ലോണം കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് അവർക്ക് അതൊരു അറിയത്തുമില്ല. അവർക്കൊരു കുറച്ച് പേടിയും മടിയും ഒരു നാണവും ഒക്കെയാണ്. പിന്നെന്താ, അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചതല്ല, നിങ്ങളെ കാരണമല്ല എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വല്ല സംസാരിച്ച് തെറ്റിപ്പോയോ അല്ലെങ്കിൽ ഞാൻ കാരണമാണോ, അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം അവര് കാരണം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് അവരെ അങ്ങനെ മാറി നിൽക്കുന്നൊന്നുമല്ല, അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ക്നെസ് ആണത്. ഓക്കെ, കിങ് ഓഫ് വാൻസ്. ഓക്കെ, ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒന്നെങ്കിൽ നിങ്ങളെക്കാളും ഭയങ്കര യങ്ങായിട്ട് ആയിരിക്കും. ഓക്കെ, ഒരു നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു ചെറിയ കുട്ടി എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് മേ ബി 25, 26 ആയിരിക്കും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഓൾഡർ ആയിരിക്കും. ഓക്കെ, അവർക്ക് എന്താ പറയാ, പേടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെ എങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങളിവരെ മനസ്സിലാക്കുമോ. ഓക്കെ, അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇമ്മെച്യൂരിറ്റി, അവർ നല്ല യങ്ങായിട്ടാണ് കാണുന്നത്. ഭയങ്കര രസമുണ്ട് ഈ റീഡിങ്. ഓക്കെ, ഇതൊരു നല്ല ഒരു റൊമാൻറ്റിക് ആണ്, പക്ഷെ അവർക്ക് ഒരു റൊമാൻസിലൊരു പേടി, അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നല്ല ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കാര്യം, ഓക്കെ, നിങ്ങളുടെ ലൈഫായിട്ട് കുറച്ച് ഇപ്പം നിങ്ങളുടെ കരിയർ ആണെങ്കിൽ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഈ കുട്ടിയുടെ പുറകിൽ നടക്കാതെ, ഒരു മെസ്സേജ് ചെയ്യുന്നുണ്ട്, വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ മെസ്സേജ് ചെയ്തില്ല, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാതെ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു എന്ത് സാധനത്തിനായാലും ഒരു ബേർഡിനെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കിയാൽ അതിന് തന്നെ ഒരു സഫോക്കേഷൻ വരും. അതിന് ഫ്രീ ആയിട്ട് അതിനെ പറത്തി വിട്, അത് പതുക്കെ അത് നിങ്ങളടുത്ത് തിരിച്ചു വരും. ഓക്കെ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിപ്പം അവരത് ചെയ്തില്ല, ഇവരിത് ചെയ്തില്ല, അവർ വിളിച്ചില്ല, ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. അത് ചെയ്യുവാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ കുറച്ച് ഈ റിലേഷൻഷിപ്പിലോട്ട് ഓവറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് ഇമോഷണലി ടൈം ഒന്നെങ്കിൽ ചിന്തിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതൊന്ന് വിട്ടുപിടിക്കുക. അവരിവിടെ ഉണ്ടാകും, പതുക്കെ അവർ കംഫർട്ടബിൾ ആകുമ്പോൾ വരും. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക. ഓക്കെ.